അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 6 ബുധനാഴ്ച. കേരളത്തിൽ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന ചർച്ചയ്ക്കായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും നാളെ കേരളത്തിലെത്തും. നാളെ നിയമസഭാ കക്ഷിയോഗം വിളിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കളെ അയക്കാൻ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും പങ്കെടുത്ത യോഗമാണ് തീരുമാനിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരാണ് മുഖ്യമന്ത്രിയാകാൻ രംഗത്തുള്ളത്. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ സംസ്ഥാനത്ത് 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് വിജയിന്റെ TVKയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ്. തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഘടകം ഇന്ന് ചെന്നൈയിൽ ചേർന്ന ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. BJPയുടെയും NDA സഖ്യകക്ഷികളുടെയും പിന്തുണ തേടരുതെന്ന ഉപാധിയോടെയാണ് കോൺഗ്രസ് പിന്തുണ നൽകുക. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 MLAമാരുടെ പിന്തുണ വേണം. കക്ഷിനില: TVK 108, DMK 59, AIADMK 47, കോൺഗ്രസ് 5, PMK 4, മുസ്ലിം ലീഗ്, CPI, CPM, VCK 2 വീതം, BJP 1, DMDK 1, അമ്മമക്കൾ മുന്നേറ്റ കഴകം 1. തോൽവി സമ്മതിക്കില്ലെന്നും രാജിവെക്കില്ലെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ധാർമ്മിക വിജയം തൃണമൂൽ കോൺഗ്രസിനാണെന്ന് മമത പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാപകമായി കൃത്രിമം കാണിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും EVMൽ 90% ചാർജ് ബാക്കിയുണ്ടായിരുന്നത് ഈ അട്ടിമറിയുടെ അടയാളമാണെന്നും മമത പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിറകെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രധാന സർക്കാർ അഭിഭാഷകർ രാജിവെച്ചു. അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണ കുറുപ്പ് ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ S. ജയതിലകനും രാജിക്കത്ത് കൈമാറി. ഭരണം മാറിയതോടെ കിഫ്ബി CEO സ്ഥാനം KM എബ്രഹാം രാജിവെച്ചു. മുഖ്യമന്ത്രിക്കാണ് രാജിക്കത്ത് കൈമാറിയത്. രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തും. മഹാരാഷ്ട്രയിലെ DCCകൾ പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് AICC നേതൃത്വവുമായി ചർച്ച നടത്താനാണ് രമേശ് ചെന്നിത്തലയുടെ യാത്ര. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി കാര്യവും ചർച്ചയാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ വിതരണ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര് മാറ്റി. CMO മീഡിയ എന്ന ഗ്രൂപ്പിന്റെ പേര് ഓപ്പോസിഷൻ മീഡിയ എന്നാക്കി. സാങ്കേതികമായി ഇനി മുഖ്യമന്ത്രിയല്ലാത്തതിനാൽ പഴയ പേരിൽ തുടരാനാവാത്തതിനാലാണ് ഈ മാറ്റം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി KK രാഗേഷിനുമെതിരെ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ. പൊതുമണ്ഡലങ്ങളിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിയെയും മാറ്റുക എന്നതാണ് പോസ്റ്ററുകളിലെ ആവശ്യം. മോറാണ് സഖാക്കൾ എന്ന പേരിലാണ് ധർമ്മശാലയിലും ആന്തൂരിലും പാർട്ടി നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. CPM തിരുത്തിയില്ലെങ്കിൽ കേരളം ബംഗാൾ പോലെയാകുമെന്നും പാർട്ടി ഇല്ലാതാകുമെന്നും V. കുഞ്ഞികൃഷ്ണൻ. രക്തസാക്ഷി കുടുംബങ്ങൾ ഉൾപ്പെടെ തനിക്ക് വോട്ട് ചെയ്തു. വിജയിച്ച ശേഷം പ്രാദേശിക CPM നേതാക്കൾ രഹസ്യമായി വിളിച്ച് അഭിനന്ദിച്ചു. 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കാനായത് താൻ ഉന്നയിച്ച വിഷയം ശരിയാണെന്ന് ജനത്തിന് ബോധ്യപ്പെട്ടതിനാലാണെന്നും കുഞ്ഞികൃഷ്ണൻ. CPM വൻതോതിൽ വിദ്വേഷം പരത്തിയതിനാലാണ് 3 BJP ജയിച്ചതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി. സാമൂഹിക ധ്രുവീകരണം നടത്തി ഭരണ തുടർച്ച നേടാനുള്ള LDFന്റെ ശ്രമമാണ് കേരളം പരാജയപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും കൂടുതൽ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പത്നി നിഷ ജോസ്. ജോസ് കെ മാണി ഉൾപ്പെടെ മത്സരിച്ച 12 പേരും തോറ്റതിന് പിറകെയാണ് ഫേസ്ബുക്കിൽ വൈകാരികമായ കുറിപ്പ്. ഞാൻ ജോയിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. ഭാര്യ എന്ന നിലയിലല്ല, അദ്ദേഹത്തിൽ വിശ്വാസമുള്ള ഒരാളായി നിഷ കുറിച്ചു. CPM അഴിമതിക്കും പരിസ്ഥിതിക്കും സാധാരണക്കാരന്റെ നീതിക്കും വേണ്ടി പോരാടണമെന്ന് VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ. പഴയ കരുത്തിലേക്ക് പാർട്ടി തിരിച്ചു പോകേണ്ട സമയം അതിക്രമിച്ചുവെന്നും അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു.
പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കാമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. തോൽക്കുമെന്ന് ആദ്യമേ പറയാനുമാകില്ലല്ലോ. LDF വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. BJP വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത പാലക്കാട് മണ്ഡലത്തിൽ എടുത്തു എന്ന് വേണം കരുതാനെന്നും എൻ സുരേഷ് ബാബു പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2 മുന്നണികളെ ഉണ്ടാകൂ. അത് NDAയും UDFുമാണെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ്. ഇടതുപക്ഷം പൂർണ്ണമായി ഇല്ലാതാകും. NDAയും 2020യും ചേർന്നുള്ള വോട്ടുകളിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും സാബു ജേക്കബ് പറഞ്ഞു. CPMന്റെ ശക്തി കേന്ദ്രമായ മട്ടന്നൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. P ജയരാജനും N സ്വരാജും പാർട്ടിയെ നയിക്കണമെന്നാണ് ബോർഡുകളിലെ ആവശ്യം. വിവാദമായതോടെ പാർട്ടി പ്രവർത്തകർ തന്നെ ഇവ നീക്കം ചെയ്തു. താനും G സുധാകരനും ഉൾപ്പെടെയുള്ളവർ വിമതരല്ല, കമ്മ്യൂണിസ്റ്റുകളാണെന്ന് ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശി. ഒറ്റപ്പാലത്തെ UDF വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയെന്നും എന്നാൽ സംസ്ഥാനത്തെ UDFന്റെ വിജയം LDFന്റെ 10 വർഷത്തെ ദുർഭരണത്തിനെതിരായ ജനകീയ മുന്നേറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF തോൽവിക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള വിയോജിപ്പാണെന്ന് മുതിർന്ന CPI നേതാവ് KE ഇസ്മായിൽ. ജയസാധ്യത പരിഗണിക്കാതെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചതും മുന്നണിക്കകത്തെ പ്രശ്നങ്ങളുമാണ് വലിയ തകർച്ചയ്ക്ക് കാരണമായതെന്നും അദ്ദേഹം ആരോപിച്ചു. ആശമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളി വിഭാഗങ്ങളോട് പിണറായി സർക്കാർ കാട്ടിയ ജനാധിപത്യ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നിലപാടിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് പിണറായി സർക്കാരിന് ലഭിച്ച തോൽവിയെന്ന് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. തൊഴിലാളി ദ്രോഹ നടപടികൾക്ക് നേതൃത്വം നൽകിയ പിണറായി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. കേന്ദ്ര അധികാരവും പണവും PR വർക്കും മാധ്യമ സ്വാധീനവും വർഗീയ കാർഡുകളും സൈബർ ഗുണ്ടായിസവുമെല്ലാം ഉണ്ടായിട്ടും 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ NDAയ്ക്ക് 6 ലക്ഷത്തോളം വോട്ട് കുറഞ്ഞെന്ന് കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ സച്ചിദാനന്ദൻ. ബംഗളൂരുവിൽ മലയാളിയിൽ നിന്ന് മർദ്ദനമേറ്റ യുവതി മരിച്ചു. വാടാനപ്പള്ളി സ്വദേശിയായ 47-കാരിയാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. തെരുവ് നായകൾക്കായി ഷെൽട്ടർ ഹോം നടത്തിയിരുന്ന മലയാളി ദീപക് കൃഷ്ണയെ പോലീസ് തെരയുന്നു. ലൈംഗികാതിക്രമത്തെ ചെറുക്കുന്നതിനിടെ തല ചുമരിലിടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ്. നെടുങ്കണ്ടത്ത് അമ്മയെയും സഹോദരനെയും കൊന്നു കുഴിച്ചുമൂടിയ കേസിലെ പ്രതിയായ സജിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസ് നീക്കം. ഇടുക്കി നെടുങ്കണ്ടം പച്ചടി സ്വദേശി മേരിക്കുട്ടിയെയും മൂത്ത മകൻ റെജിയെയും കൊന്ന കേസിലാണ് ഇളയ മകൻ സജിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. TVK നിയമസഭാ കക്ഷി നേതാവായി വിജയിയെ തെരഞ്ഞെടുത്തു. നിയുക്ത MLAമാരുടെ യോഗത്തിലാണ് വിജയിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. ഗവർണർ മുഖ്യമന്ത്രിയാകാൻ ക്ഷണിച്ചാൽ വിജയിയെ പിന്തുണയ്ക്കുന്ന MLAമാരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് TVK നേതാക്കളുടെ പ്രതീക്ഷ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ വിജയിച്ച വിജയ് ട്രിച്ചി ഈസ്റ്റ് സീറ്റ് രാജിവെച്ചേക്കും. ഈ സീറ്റിൽ നടി തൃഷ കൃഷ്ണ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ 10 പേരുടെ പിന്തുണ കൂടി വേണ്ട TVK മറ്റു പാർട്ടികളുടെ പിന്തുണ തേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും നന്ദി പറഞ്ഞ് TVK അധ്യക്ഷൻ വിജയ്. രാഷ്ട്രീയത്തിനപ്പുറം തമിഴ്നാടിന്റെ ക്ഷേമത്തിന് മുൻഗണന നൽകുമെന്നും തമിഴ്നാടിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിൽ പ്രതിബദ്ധത പുലർത്തുമെന്നും സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വിജയ് പറഞ്ഞു. വിജയുടെ തമിഴക വെട്രി ഘടകത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നത് വഞ്ചനയാണെന്ന് സഖ്യകക്ഷിയായ DMK. കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് DMK വക്താവ് ശരവണൻ അണ്ണാദുരൈ ആരോപിച്ചു. DMKയുടെ വോട്ട് നേടിയാണ് കോൺഗ്രസിന് 5 സീറ്റുകളെങ്കിലും വിജയിക്കാനായതെന്ന് മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ,
പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പശ്ചിമ ബംഗാളിലും ആസാമിലും സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളുമായി ബിജെപി. ബംഗാളിലേക്കുള്ള കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി അമിത് ഷായെയും സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. ആസാമിലേക്ക് കേന്ദ്രമന്ത്രി JP നദ്ദയെ നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയെ സഹനിരീക്ഷകനായും നിയോഗിച്ചു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം മമതാ ബാനർജി അംഗീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുഗന്ധ മജുംദാർ. ജനവിധി ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ശോഭനമായ ഭാവി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേരളത്തിലും തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗാളിലെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചരിത്രപരവും നിർണായകവുമായ തെരഞ്ഞെടുപ്പ് വിജയമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചതെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കുഷ് ദേശായി അറിയിച്ചു. കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റിൽ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മാർക്കറ്റ് യൂണിയന്റെ ഓഫീസ് കെട്ടിടം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. തിരക്കേറിയ ഈ പ്രദേശത്ത് ഇത് വൻ സംഘർഷത്തിന് ഇടയാക്കി. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34-ൽ നിന്ന് 38 വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും. കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഇത് സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ വില വർധന മൂലം എണ്ണ കമ്പനികൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് RB ചൌധരി വാഹനാപകടത്തിൽ മരിച്ചു. രാജസ്ഥാനിലെ ഉദയ്പൂരിലായിരുന്നു അപകടം. ഭൌതിക ശരീരം ഇന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുവരും. 1980-ൽ ആരംഭിച്ച ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ സ്ഥാപകനാണ്. ഹൈദരാബാദ് ചണ്ഡിഗഡ് ഇൻഡിഗോ വിമാനത്തിൽ പവർ ബാങ്കിന് തീപിടിച്ചതിനെ തുടർന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ചു. ഹൈദരാബാദിൽ നിന്ന് ചണ്ഡിഗഡിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോയുടെ വിമാനത്തിലാണ് സംഭവം. പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററുകളുടെ നിർബന്ധിത ഉപയോഗം നിർത്തലാക്കി ഉത്തർപ്രദേശ് സർക്കാർ. പകരം പഴയ പോസ്റ്റ് പെയ്ഡ് ബില്ലിംഗ് സംവിധാനത്തിലേക്ക് മാറി. സംസ്ഥാനത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് ഉപയോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതാണ് തീരുമാനമെന്നും സർക്കാർ അറിയിച്ചു. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈലുകൾ വിയറ്റ്നാം ഇന്ത്യയിൽ നിന്ന് വാങ്ങിയേക്കും. 6000 കോടി രൂപയുടെ കരാറിനാണ് സാധ്യത. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇത് സംബന്ധിച്ച കരാറുണ്ടാകും. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും തങ്ങളുടെ അനുമതി നിർബന്ധമാണെന്ന് ഇറാൻ. തങ്ങളുടെ നാവികസേനയുടെ അനുമതി തേടാത്ത കപ്പലുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്ക സിവിലിയൻ ചരക്ക് ബോട്ടുകളെയാണ് ആക്രമിച്ചതെന്നും ആക്രമണത്തിൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടെന്നും ഇറാൻ വ്യക്തമാക്കി. അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള നെതർലൻഡിന്റെ ക്രൂയിസ് കപ്പലിൽ മറ്റൊരാൾക്കു കൂടി ഹാൻഡ വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചു. കപ്പലിലെ 3 പേർ രോഗബാധിതരായി മരിക്കുകയും ഒരാളുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമാകുകയും ചെയ്തിരുന്നു. ചൈനയുമായി ചർച്ചയ്ക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ബീജിംഗിൽ. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ നിലവിലെ ഉപരോധങ്ങളെയും സൈനിക സമ്മർദ്ദങ്ങളെയും മറികടക്കാമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. IPLൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് സീസണിലെ 5ാം ജയം സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസടിച്ചപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. സഞ്ജു 52 പന്തിൽ 87 റൺസുമായി മുന്നേറിയപ്പോൾ യുവതാരം കാർത്തിക് ശർമ്മ 31 പന്തിൽ 41 റൺസെടുത്ത് വിജയ ലക്ഷ്യത്തിലെത്തിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.